അപ്പോൾ ഇന്ന് ലഞ്ചിന് എന്തൊക്കെയാണെന്നൊക്കെയാലോ. ആദ്യത്തെ ടിഫിൻ ഉണ്ടെന്ന് നോക്കാം. 1 2 3 4 5 ടിഫിനുണ്ട്. ആദ്യം മില്ലറ്റ് റൈസാണ്. മില്ലറ്റ് ചാമ, പിന്നെ ഇത് സാലഡ് ഉണ്ടാക്കിയാണ്, ക്യാരറ്റും കക്കടിയൊക്കെ ഇട്ട്. ഇത് ചമ്മന്തി, നമ്മുടെ നാടൻ ചമ്മന്തിയും ചോറും ഉണ്ട്. പിന്നെ എന്തോ വേണം. ഇത് ചേന മെഴുക്കുവരട്ടി, ചേനയും വാഴയ്ക്കും മിക്സ് ഉണ്ട് കേട്ടോ. അങ്ങനെ മെഴുക്കുവരട്ടി എന്ന് പറഞ്ഞാൽ എണ്ണ കുറച്ചാണ് ഉണ്ടാക്കിയത്. ഇത് പപ്പടം, എയർ ഫ്രയറിലിട്ടുണ്ടാക്കിയ പപ്പടമാണ്. പിന്നെ ഇനിയിപ്പം പാലക്കാട് പാർട്ട്ണറിൻ്റെ ഫുഡ് നോക്കാം. ഇച്ചിരി സാലഡ് എടുക്കാൻ മറന്നു, അപ്പോൾ സാലഡ് എടുത്തു. നാരായണ പോരട്ടെ, നാരായണ തൈര്. പിന്നെ ഇത് ബീൻസ് തോരൻ, ബീൻസ് മെഴുക്കുവരട്ടി, ഉപ്പേരി, ബീൻസ് ഉപ്പേരി എന്ന് പറയും. ഇത് മുളേശ്യ എന്നാണ് പറഞ്ഞത്. ഇത് വെള്ളരിക്ക മുളേശ്യ, തേങ്ങയൊക്കെ അരച്ച് വെച്ച കറിയാണ്. ഇത് പൊന്നിയരിച്ചോറ്. അപ്പം ആദ്യം അത് തന്നെ എടുക്കാം. മുളേശ്യ എന്ന് പറഞ്ഞ സാധനം, എൻ്റെ പ്രൊനൗൺസിയേഷൻ കറക്റ്റാണെന്ന് അറിയത്തില്ല, മുളേശ്യ എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ബീൻസ് ഉപ്പേരി എടുത്തു. പിന്നെ സാലഡ് എടുത്തു. അത് കഴിഞ്ഞ് നമ്മുടെ ചേന വാഴയ്ക്ക മെഴുക്കുവരട്ടി എടുത്തു. നമ്മുടെ നാടൻ ചമ്മന്തി, ഇതുണ്ടെങ്കിൽ വേറൊന്നും വേണ്ട. പപ്പടം, തൈരും ചമ്മന്തിയും മാത്രം ഉണ്ടെങ്കിൽ എന്ത് ടേസ്റ്റാണ്. അത് വേറെ ഇൻവെൻഷൻ തന്നെയാണ് കേരളക്കാരുടെ. അപ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിച്ച് നോക്കാം. ചമ്മന്തിയുടെ ആ ടേസ്റ്റ് നല്ലപോലെ കിട്ടുന്നുണ്ട്. ചേന മെഴുക്കുവരട്ടി, ചമ്മന്തി, പാലക്കാട് മുളേശ്യം, ഒന്നും പറയാം.